ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ JMUP സ്കൂൾ മുൻ മാനേജറും പെരുങ്ങവൈക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും ചെറുപുഴ JMUP സ്കൂളിൽ നടന്നു. വി കൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KK വേണുഗോപാൽ, സ്കൂൾ ഹെഡ് മാസ്റ്റർ P ഉണ്ണികൃഷ്ണൻ, P ലീന, റോബിൻ മാത്യു, PTA പ്രസിഡന്റ് മാത്യു ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളെ വളരെ താല്പര്യപൂർവ്വം പരിഗണിക്കുന്ന ഒരു മനോഭാവമായിരുന്നു നമ്മുടെ മുൻ മാനേജർക്ക് ഉണ്ടായിരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ എൻ്റെ 2 ചെറിയ കുട്ടികളാണ് അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത്. ഞാൻ ചെറുപുഴ ഇവരുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ അതിരാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ വന്ന് എൻ്റെ 2 കുട്ടികളോടും ഒരു ദിവസം നമ്മുടെ മാനേജർ സംസാരിച്ചുള്ളൂ. പിറ്റേ ദിവസം മുതൽ അതിരാവിലെ എണീറ്റ് അദ്ദേഹം വരുന്നതും കാത്ത് എൻ്റെ 2 കുട്ടികളും അവിടെ പുറത്തിറങ്ങി നിൽക്കും. ഇപ്പം വരും. അത് വേറൊന്നുമല്ല, അവരെ കണ്ടു ശീലിച്ച അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നു, ഗാന്ധിജി അപ്പൂപ്പനെ പോലെ ഇരിക്കുന്ന ഒരു അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ വരും. അവർക്ക് അറിയത്തില്ല സ്കൂൾ മാനേജരാണ്. പക്ഷേ എങ്കിൽ ആ ഒരു സ്നേഹം അത് എല്ലാ ദിവസവും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചു കാലം ചില കാര്യങ്ങളാൽ കുട്ടികൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്നാലും അവരന്വേഷിക്കും, അദ്ദേഹം എന്തിയെ വരുന്നില്ലല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. ശരിക്കും രാവിലെ ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ഒരു തോർത്തും പൊതച്ചുകൊണ്ടാണ് അദ്ദേഹം അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു ഇത്. തിരിച്ച് കൃത്യമായിട്ട് ആ സമയത്ത് വരുന്ന സമയത്ത് കറക്റ്റ് കുട്ടികൾ അവിടെ ഇറങ്ങി നിൽക്കും. അദ്ദേഹം വരുമ്പോൾ ഒരു ദിവസവും മുടങ്ങാതെ അതിലെ കടന്നു വരുമ്പോൾ ആ കുട്ടികളോട് സംസാരിച്ചിട്ട് പോകുന്ന, എല്ലാ വിശേഷവും ചോദിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയാണ്, അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായരെ ഞാൻ ആദ്യം കാണുന്നത് 1986-ലാണ്. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന ദിവസം ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ്. അന്ന് വരുമ്പോൾ ഒരു അവധി ദിവസമാണ്. അവധി ദിവസം സാധാരണ അധ്യാപകരും കുട്ടികളും ഒന്നും സ്കൂളിലില്ലാത്തൊരു സമയത്ത് ആകെ ഉണ്ടായിരുന്നത് ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി വിറക് വെട്ടുന്ന ഒരു ചിണ്ടേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത് അവധി ദിവസവും ഈ സ്കൂളിൽ ചെലവഴിക്കുന്ന ഒരു മാനേജരെയാണ് ഞാൻ ആദ്യം കാണുന്നത്. ആ വിറക് വെട്ടുകാരൻ്റെ അടുത്ത് നിന്നിട്ട് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ശാസിച്ച് ലോഹ്യം പറഞ്ഞു ഒക്കെ പണിയെടുപ്പിക്കുന്ന ഒരു മാനേജർ. അത്രമാത്രം അർപ്പണ മനോഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാലയം. ഏത് സമയം അവധി ദിവസങ്ങളിൽ പോലും ഇവിടെ വന്ന് ഇവിടുത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നീട് ഞാൻ കുറേ കാലം ഇവിടെ ഏതാണ്ട് 40 വർഷത്തോളം 36 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ സശ്രദ്ധം ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം ഈ നാടിന് ചെയ്ത സേവനങ്ങൾ. നമ്മുടെ സ്കൂളിൻ്റെ കാര്യം മാത്രമല്ല, നാടിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞികൃഷ്ണനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ കുഞ്ഞികൃഷ്ണനെ കുറിച്ച് ഈ അനുസ്മരണ ചടങ്ങിൽ ഒരു വാക്ക് പറയാതെ പോയ ദോഷമല്ലേ എന്ന് മനസ്സ് മന്ത്രിച്ചതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. എൻ്റെ സഹോദരി ഭർത്താവ് സുഖമില്ലാത്തവരായി ഈ സ്കൂളിനെ ചെറുപുഴയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ അധ്വാനം, അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. ഞാനിപ്പോൾ എന്നെ ഒന്നും ആയില്ലെങ്കിലും ഞാനായത് അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ കയറി വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് എപ്പോഴും തോന്നിക്കാൻ സംസാരിക്കുന്നില്ല ആണ് ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ. കാരണം ചെറുപുഴ JMUP സ്കൂൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ
അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവുമാണെന്ന് തോന്നുന്നു. മറ്റ് പല വിദ്യാലയങ്ങളും ഇന്ന് ഭൗതിക സാഹചര്യങ്ങളിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം കേരളത്തിലുടനീളം ഉണ്ടായപ്പോഴും അതിനൊന്നും കാത്തിരിക്കാതെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അടക്കം നല്ല അഭിപ്രായം രേഖപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാവരും ചിന്തിക്കുന്ന അവിടുത്തെ പ്രീ പ്രൈമറിയാണ്. പ്രീ പ്രൈമറി എപ്പോഴും അതിൻ്റെ ഒരു അടിസ്ഥാന ശിലയാണെന്ന് പലപ്പോഴും ഒരു പ്രൈമറി വിദ്യാലയത്തിൽ സൂചിപ്പിക്കുമ്പോൾ കൃത്യം 2000 നമ്മുടെ ഇവിടെ പ്രീ പ്രൈമറി ആരംഭിച്ചു. അതുമാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം പലതരത്തിലും എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ്റെ കാര്യത്തിലല്ല മറ്റു പല കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നേടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് എത്രയോ വർഷങ്ങൾ ഇപ്പോഴാണ് മറ്റു പല വിദ്യാലയങ്ങളും പ്രീ പ്രൈമറിയെ കുറിച്ച് ചിന്തിക്കും എന്ന് പറഞ്ഞാൽ വളരെ ദീർഘവീക്ഷണം എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ഉദാഹരണമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ അധികം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക അത്ര വശമില്ല. എന്നിരുന്നാലും രാഷ്ട്രീയ കാര്യത്തിലായാലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലും ഈ ചെറുപുഴ മണ്ഡലത്തിൽ വന്ന വികസനത്തിന് ചുക്കാൻ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്നും എല്ലാവരുടെയും ഹൃദയത്തിലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്.